മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്ക്. The book of Isaiah, chapter 43, verse 4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. പ്രമുഖ തത്വചിന്തകനായിരുന്ന സോക്രട്ടീസിനെ അധികാരികൾ തെറ്റിദ്ധരിച്ചു. ജനത്തെ വഴിതെറ്റിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൽ കണ്ടെത്തിയ പ്രധാന കുറ്റം. വിചാരണയ്ക്ക് ശേഷം വിഷം കൊടുത്ത് സോക്രട്ടീസിനെ വധിക്കുവാൻ ന്യായാധിപൻ കൽപ്പിച്ചു. അതുവരെ ചങ്ങലയിൽ പൂട്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പാദങ്ങളെ സൈന്യാധിപന്മാർ വിമുക്തമാക്കി. ചങ്ങല അഴിച്ച കാല് തിരുമ്മിക്കൊണ്ട് സോക്രട്ടീസ് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, സുഖവും ദുഃഖവും ഒരേ ശരീരത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന രണ്ട് അവയവങ്ങൾ പോലെയാണ് എനിക്ക്. ഒന്നിനെ സ്വീകരിച്ചാൽ രണ്ടാമത്തേതിനെ തിരസ്കരിക്കേണ്ടി വരും. ഇതുവരെ ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടതിന്റെ വേദനയായിരുന്നു കാലുകൾക്ക്. അതഴിച്ചു കഴിഞ്ഞപ്പോൾ വേദനിച്ചിടം തന്നെ സുഖത്തിന്റെ ഉറവിടമായി തീർന്നിരിക്കും. സോക്രട്ടീസിന്റെ അരികിലേക്ക് വിഷം കലർത്തിയ ശർഷകവുമായി ഒരു ജയിൽ വാർഡൻ അപ്പോഴേക്കും വന്നു. അത് കയ്യിൽ നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു, താങ്കൾ ഈ പാനീയം കുടിക്കണം, പിന്നെ അല്പനേരം നടക്കണം, കാല് കഴിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അല്പനേരം കിടക്കണം, പിന്നെ എല്ലാം ഈ പാനീയം ചെയ്തുകൊള്ളു. ഒട്ടും ശങ്കിക്കാതെ വിഷലായനി അദ്ദേഹം കയ്യിൽ വാങ്ങി കണ്ണടച്ച് 1-2 നിമിഷം നിന്നു. പിന്നെ രുചികരമായ പാനീയം പോലെ ആ വിഷജലം പാനം ചെയ്തു. മുഖത്തോ ഭാവങ്ങളിലോ വിദ്വേഷണ കനൽ പോലും ശേഷിച്ചിരുന്നില്ല. ദൂരെ ഇത് കണ്ടുനിന്ന ശിഷ്യരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ മുഖം പൊത്തി കരഞ്ഞു. ഏതാനും വാര നടന്ന് സോക്രട്ടീസിന്റെ കാലുകൾ കുഴയാൻ തുടങ്ങി. അടുത്തു കണ്ട കട്ടിലിൽ കയറി അദ്ദേഹം കിടന്നു. വാർഡൻ സോക്രട്ടീസിന്റെ കയ്യിൽ നുള്ളിയ ശേഷം ചോദിച്ചു, വേദനയുണ്ടോ? ഇല്ല. വളരെ പതുക്കെ സോക്രട്ടീസ് മന്ത്രിച്ചു. മരവിപ്പ് ശരീരമാകമനമാണ് ഇപ്പോൾ പിടന്നിരുന്നു. അരയോളം എത്തിയപ്പോൾ സോക്രട്ടീസ് തന്റെ ശരീരം മറച്ചിരുന്ന തൂണിൽ നിന്നും മുഖമുയർത്തി. ക്രിസ്റ്റോ, ഓർക്കുക, അനസ്ക്ലപ്പിയാസിന് കോഴിയെ നേർച്ച കൊടുക്കുന്ന കാര്യം നീ മറക്കരുത്. ഒക്കെ സമുദ്രത്തിൽ നീന്തി തുടിച്ച ശിഷ്യന്റെ കണ്ണുനീർ നിറഞ്ഞ മറുപടി ഉടനെത്തി, ഗുരുവേ, ഞങ്ങൾ മറക്കില്ല മറ്റെന്തെങ്കിലും. പിന്നീട് സോക്രട്ടീസ് ഒന്നും മിണ്ടി. ശരീരമൊന്ന് കുലുങ്ങി. നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് ആ ആത്മാവ് ഊളിയിട്ടുടനെ വറക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിത സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്നത് ഉത്കൃഷ്ട ചിന്തകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എനിക്ക് പ്രിയപ്പെട്ടവനാണ്, കർത്താവ് എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനുമാണ് എന്ന ബോധ്യം എപ്പോഴും ഹൃദയത്തിൽ പുലർത്തും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.